ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡിസൈനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു വൈറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൽമൽ എന്നൊക്കെ പറയുന്ന ആ ഒരു തുണിയാണ് കേട്ടോ. അതിൽ ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ, ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടോപ്പിൻ്റെ നെക്കിലോ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്കിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള, അതായത് നമുക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാത്ത വീട്ടമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഞാൻ ആ ഒരു ലീഫും ആ ഒരു വള്ളിയും പിന്നെ ഫ്ലവർ ചെയ്യാനുള്ള ആ ഒരു റൗണ്ടും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 10 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. 10 8 അത്രയെന്തോ ആണ്. ഞാൻ നേരത്തെ എപ്പോഴും വാങ്ങിച്ചു വെച്ചതാണ്. ഞാൻ മറന്നുപോയി കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നത്. അപ്പോൾ ഫ്രെയിം വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രെയിം വെച്ചിട്ട് ചെയ്യാം, അല്ലാതെ കൈ കൊണ്ട്. ഫ്രെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കല്ലാതെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസിലും ടോപ്പിലും ഒക്കെ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ചിലപ്പോൾ അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മൾ കൈ തന്നെ പിടിച്ച് ഹാൻഡിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബീഡ്സ് ചെയ്യുമ്പോൾ നല്ല ഫ്രെയിം വെച്ച് നല്ല ടൈറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ലൂസായി പോവും. അപ്പോൾ ബീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രെയിം ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ സർദോസി ഉണ്ടായിരുന്നു. അപ്പോൾ ലീഫ് സർദോസി വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും ടൈപ്പ് സർദോസി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബ്ലാക്ക് എടുത്തിട്ട് ലീഫ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ആ ബ്രാഞ്ചിൽ ഫുള്ളായിട്ട് ഗോൾഡൻ കളറ് ബീഡ്സാണ്, ഷുഗർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കളറ് ആങ്കറിൻ്റെ ത്രെഡുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഷുഗർ ബീഡ്സ് ചെയ്യാനുള്ള ത്രെഡ് കോർത്തെടുത്തു. നമ്മൾ ഒരു 3-4 ബീഡ്സ് വെച്ചിട്ട് ചെയ്താലും വലിയ കുഴപ്പം വരില്ല കേട്ടോ. ഓരോരോ പേൾ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 പേളൊക്കെ ഒരുമിച്ച് നീഡിലിൽ കോർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓരോരോ പേൾ വെച്ച് ചെയ്യുന്നതും നല്ലതാണ്, പക്ഷേ അത്ര വലിയ പെർഫെക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുമ്പോൾ സമയവും നമുക്ക് ഒത്തിരി എടുക്കും. ഇതാവുമ്പോൾ വലിയ കുഴപ്പം വരില്ല. ഒത്തിരി അങ്ങോട്ട് പൊങ്ങിയിരിക്കുമോ അങ്ങനെ ഫിനിഷിങ്ങിൻ്റെ യാതൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആദ്യം നമ്മളൊരു 3 പേള് വെച്ചിട്ട് കോർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലേക്ക് പോയിട്ട് പിന്നെ ഒന്നുകൂടെ തന്നെ ഷുഗർ ബീഡ്സ് എല്ലാം കോർത്തെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഒന്നുകൂടെ നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. വലിയ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രാഞ്ച് ഫുള്ളായിട്ട് അതേപോലെ ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ ആരി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാൻഡ് വർക്കിന് ഫിനിഷിങ് കിട്ടുകയുള്ളൂ, അല്ലാതെ പെർഫെക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ഇരിക്കുകയും നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് കിട്ടുന്നതൊക്കെ കേട്ടോ. അതിനുശേഷം ഞാൻ ലീഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സർദോസി വെച്ചിട്ട് ലീഫ് ചെയ്യാമെന്നാണ്, പക്ഷേ അതത്ര വലിയ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല. സർദോസി വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് സർദോസി ആയിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഞാൻ ത്രെഡ് വെച്ചിട്ട് ഇനിയാണ് ലീഫ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ആദ്യം സെൻറ്ററിലൊരു ലൈൻ പോലെ നീഡിൽ വെച്ചിട്ട് പിന്നെ 2 സൈഡിലായിട്ട് അപ്പുറം ഇപ്പുറം ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് ത്രെഡ് ആങ്കറിൻ്റെ 6 ഇഴ നൂലും എടുത്തിട്ടില്ല കേട്ടോ. 3 ഇഴ നൂല് വെച്ചിട്ടാണ് ഞാൻ ലീഫ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നൈസായിട്ട് നല്ല ഇതായിട്ട് കട്ടിക്ക് ഒത്തിരി പൊങ്ങിയിരിക്കും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. 3 ഇഴ നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതിൽ ചെയ്തിരിക്കുന്ന സ്റ്റിച്ചുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ചെയ്തേക്കുന്നത് നമ്മൾ ബുള്ളിയൻ റോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബുള്ളിയൻ നോട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്പ്രിംഗ് ഫ്ലവർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ലീഫിൻ്റെ സ്റ്റിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പുറത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ടോപ്പിലോ ബ്ലൗസിലോ ഒക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് ഇടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ നമുക്ക് ബുട്ടിക്ക് പോയി കാശ് കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ത്രെഡ് ഹൗസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരം മെറ്റീരിയൽസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റും. ഷുഗർ ബീഡ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിലും സർദോസി പറയുന്ന സീക്വൻസ് എല്ലാ മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വലിയ റേറ്റൊന്നും വരുന്നില്ല. ചെറിയ പാക്കറ്റ് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു പാക്കറ്റ്സിലായിട്ട് വാങ്ങിച്ചെടുത്ത് വെച്ചാൽ മതി. 40 രൂപ 50 രൂപ അത്രയൊക്കെ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂവിനാണെങ്കിലും ചെറിയ ഗ്ലൂവിനൊക്കെ 60 രൂപ അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഫ്ലവർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഓറഞ്ച് കളർ ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ. ഈ ത്രെഡ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 ഇഴ നൂലും ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടായിരുന്ന ആ ഒരു ചെറിയ റൗണ്ടിലാണ് ഞാൻ സ്പ്രിംഗ് ഫ്ലവർ, അതായത് ബുള്ളിയൻ റോസിൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്, അത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഫ്രെയിം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് 2 വശവും തട്ടുന്ന കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് സ്പ്രിങ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രെയിം റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്ലവർ ചെയ്തത്. നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഏറ്റവും പാടുള്ള സ്റ്റിച്ചും, അതായത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ച് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബുള്ളിയൻ റോസാണ് കേട്ടോ. നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലും അതേപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സൽവാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ യോക്കിലായിട്ടാണെങ്കിലും ഒക്കെ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ബുള്ളിയൻ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. പക്ഷെ അത് കുറച്ച് നല്ല ടൈം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ വലിയ ഭംഗിയൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല. ഇച്ചിരി ടൈം എടുത്തിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിമ്പിളായിട്ട് ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഇത് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തിട്ട് സീക്വൻസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.